ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. പ്രഭാവതി, നിന്റെ തീരുമാനം എന്താ? അതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. എന്താണെങ്കിലും ആ പെൺകുട്ടിയെ ഇനി ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല. അവളെ ഇപ്പൊ തന്നെ ഇറക്കി വിടണമെന്നും ഗോപിനാഥ് പറയുന്നു. ഇത് കേൾക്കുന്ന വിശാൽ പറയുകയാണ്, വേണ്ടച്ച, അങ്ങനെ പെട്ടെന്നൊന്നും ആ കുട്ടിയെ ഇവിടുന്ന് ഇറക്കി വിടണ്ട. അതെന്താ വിശാൽ എന്ന് ഗോപിനാഥ് ചോദിക്കുമ്പോൾ വിശാൽ പറയുകയാണ്, നമ്മളിപ്പോൾ ആ പെൺകുട്ടിയെ ഇവിടുന്ന് ഇറക്കി വിട്ടാലേ വിനയ്ക്ക് നമ്മളോട് ദേഷ്യം കൂടുകയുള്ളൂ. ആ ദേഷ്യത്തിന്റെ പുറത്ത് അവൻ പെട്ടെന്ന് തന്നെ ഗാർഗിയെ ഡിവോഴ്സും ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ഒരു നീക്കം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണ്ട. ഇത് കേൾക്കുന്ന ഗോപി പറയുകയാണ്, പക്ഷേ എത്രയും പെട്ടെന്ന് നമ്മളൊരു തീരുമാനം കണ്ടെത്തണം. ഇല്ലെങ്കിലേ അവള് മുച്ചോടും മുടിക്കും. അവളെ കണ്ടാലേ അറിയാം അത്തരക്കാരിയാണെന്ന്. അതേസമയം പാറുവിന് താൻ കണ്ട ദൃഷ്ടിയുടെ കാര്യമെല്ലാം ഓർമ്മ വരികയാണ്. പാറു മുകളിലേക്ക് പോകാൻ ഒരുങ്ങാൻ നേരം സുശീല പാറുവിനെ തടയുകയാണ്. നീ ഇതെങ്ങോട്ടാ പോകുന്നത്? ഞങ്ങളെല്ലാവരും സംസാരിച്ചിരിക്കുന്നത് കണ്ടില്ലേ എന്ന് സുശീല ചോദിക്കുമ്പോൾ എനിക്ക് മുകളിലേക്ക് പോകണമെന്ന് പാറു പറയുന്നു. അത് പറ്റില്ലെന്ന് സുശീല പറയുമ്പോൾ വിശാല ചോദിക്കുകയാണ്, സുശീലൻ്റെക്ക് എന്താ പാർവതി മുകളിലേക്ക് പോകുന്നത് കൊണ്ട്? അത് പറ്റില്ലല്ലോ വിശാൽ, നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചല്ലേ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് സുശീല പറയുന്നു. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ മുന്നിൽ നിന്ന് മാറാനേ പോകുന്നില്ല. ഇത് കേൾക്കുന്ന പാറു സുശീലയെ തുറച്ചു നോക്കുകയാണ്. എന്താടി, നിനക്കെന്നെ തല്ലണോ എന്ന് സുശീല ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ സുശീലയുടെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ് പാർവതി. ഇത് കണ്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നു. അതെ, ഗാർഗി ഇവിടുന്ന് കരഞ്ഞാകെ തകർന്നാ മുകളിലേക്ക് പോയത്. അവൾ അവിടെ എന്ത് ചെയ്യുകയാണെന്ന് അറിയില്ല. അവളെ കാണാൻ വേണ്ടിയാ ഞാൻ പോകുന്നത്. ഇനിയും എൻ്റെ വഴിക്ക് തടസ്സമായി നിൽക്കരുത്. അത്രയും ദേഷ്യത്തോടെ പറഞ്ഞിട്ട് പാറു മുകളിലേക്ക് പോകുന്നു. അതേസമയം മുറിയിൽ ഗാർഗി ഫാനിൽ കയറെല്ലാം തൂക്കിയിട്ട് കെട്ടുകയായിരുന്നു. അങ്ങനെ ഗാർഗി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് പാറു വരികയാണ്. പാറു കുറേ വട്ടം കഥകിൽ തട്ടുന്നുണ്ടെങ്കിലും ഗാർഗി കഥക് തുറക്കുന്നില്ല. തുടർന്ന് കഥക് തള്ളി തുറന്ന് അകത്തേക്ക് കയറുന്ന പാർവതി ഗാർഗി കഴുത്തിൽ കുരുക്കിട്ട് നിൽക്കുന്ന കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ പാറു ഗാർഗിയെ പിടിച്ച് താഴെ ഇറക്കുന്നു. ഗാർഗി, കയറെടുക്കാനും മാത്രം ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചത്? നിനക്കല്പം മനോധൈര്യമെങ്കിലും വേണ്ടേ? നീ എന്തിനാ എന്നെ രക്ഷിച്ചത്? എനിക്ക് ജീവിക്കണ്ട. കൃത്യസമയത്ത് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പോൾ എന്ത് സംഭവിച്ചേനെ എന്ന് പാറു ചോദിക്കുന്നു. പാർവതി, നീയും കണ്ടതല്ലേ വിനയ് ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നത്? ഇനി വിനയ് എനിക്ക് ഉറപ്പായിട്ടും ഡിവോഴ്സ് തരും. എനിക്കിതൊന്നും താങ്ങാനുള്ള ശക്തിയില്ല. എൻ്റെ ഗാർഗി, പറയുന്നത്ര എളുപ്പമൊന്നുമല്ല കാര്യങ്ങള്. വിനയ് പറഞ്ഞതുപോലെ അത്ര എളുപ്പം നിനക്ക് ഡിവോഴ്സ് ഒന്നും തരാനും സാധിക്കില്ല. വിനയുടെ സൗന്ദര്യവും പണവും കണ്ടിട്ട് മാത്രമാണ് ആ പെൺകുട്ടി വിനയുടെ പുറകെ നടക്കുന്നത്. അതൊന്നും ഇല്ലെന്ന് കാണുമ്പോൾ അവൾ തനിയെ പോയിക്കോളും. നീ അവനെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തണം. നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞതിൽ അവന് തന്നെ വിഷമം തോന്നുന്ന സാഹചര്യങ്ങൾ നീ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. എന്ത് കാര്യത്തിലാണെങ്കിലും ഞാൻ നിന്റെ ഒപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഗാർഗയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് പാർവതി. പിന്നീട് കാണിക്കുന്നത് റിയയെയും വിനയെയുമാണ്. വിനയുടെ വീടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കരുതി എന്തോ വലിയ കൊട്ടാരമായിരിക്കുമെന്ന്. ഇത് പക്ഷേ അത്രയും പോലും ഇല്ലല്ലോ എന്ന് റിയ പറയുമ്പോൾ വിനയ് പറയുകയാണ്, അതെ, ഇവിടെ ഒരു വമ്പൻ മീനുണ്ട്. എൻ്റെ ഷെയർ വാങ്ങിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഈ വീടും സ്വത്തുക്കളും തന്നെ 1000 കോടിയുടെ മുകളിൽ വരും. അപ്പോൾ എൻ്റെ പാർട്ടീഷൻ എത്രയായിരിക്കുമെന്നൊന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ പാർട്ടീഷൻ കിട്ടട്ടെ, എന്നിട്ട് ഞാൻ നിനക്കൊരു ബംഗ്ലാവ് തന്നെ ഉണ്ടാക്കി തരുന്നുണ്ടെന്ന് വിനയ് പറയുന്നു. അങ്ങനെ വിനയ് അവിടുന്ന് പോയതിനു ശേഷം റിയ പറയുകയാണ്, മണ്ടൻ കുറച്ചു നാള് ഇവൻ്റെ കൂടെ പൊട്ടൻ കളിച്ച് നിൽക്കണം. അതിനുശേഷം ഇവൻ്റെ സ്വത്തും കൈക്കലാക്കി ഇവിടെ നിന്ന് മുങ്ങുകയും വേണം. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് വിനയ് റിയയും കൂട്ടിക്കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം ഓർക്കുന്ന പാർവതിയാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് പാറു ആലോചിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ജയ വരികയാണ്. പാർവതി, ഞാൻ പറഞ്ഞ ആ ചീത്ത പെൺകുട്ടി റിയ തന്നെയാണ്. അവളുടെ ഉള്ളു നിറയെ വിഷമാണ്. അവൾ ഇതിനു മുമ്പും പല കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗാർഗിയുടെ മേൽ എപ്പോഴും നിന്റെ ഒരു കണ്ണുണ്ടാകണം. ഗാർഗിക്ക് എന്തെങ്കിലും അപകടം വരുമെന്നുള്ളത് ഉറപ്പാണ്. നീ വേണം അവളെ റിയയിൽ നിന്നും രക്ഷിക്കാനും. നീയും വിശാലും ഏറെ ജാഗ്രതയോടെ ഇരിക്കണം. എത്രയും പെട്ടെന്ന് അവളെ ഇവിടെ നിന്ന് തുരത്തണമെന്ന് പറഞ്ഞ് ജയ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വിപിനെയാണ്. പല്ലവിയെ കുറെ നേരം കാത്തിരുന്നതിന് ശേഷം വിപിൻ ഉറങ്ങുകയാണ്. അതേസമയം മുറിയിലേക്ക് വരുന്ന പല്ലവി വിപിൻ്റെ കൈയും കാലും തമ്മിൽ കെട്ടിയിടുന്നു. എന്താ പല്ലവി, നീ എന്ത് കോപ്രായമായി കാണിക്കുന്നതെന്ന് വിപിൻ ചോദിക്കുമ്പോൾ പല്ലവി പറയുകയാണ്, നിങ്ങളും നിങ്ങളുടെ ചേട്ടനെ പോലെ വേറെ പെണ്ണുങ്ങളുടെ പുറകെ പോയാലോ? അതാ ഞാൻ നിങ്ങളെ കെട്ടിയിട്ടത്. എൻ്റെ പല്ലവി, എനിക്ക് വിപിൻ്റെ സ്വഭാവമല്ല. ഞാനേ വിശാലേട്ടനെ കണ്ടാ വളർന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരു പെണ്ണിൻ്റെയും പുറകെ പോകില്ല. എന്തൊക്കെ പറഞ്ഞാലും ആണുങ്ങളുടെ മനസ്സേ ലോലമാ.
ചിലപ്പോൾ പെൺകുട്ടികളെ കാണുമ്പോൾ ഒരു ചായവൊക്കെ ഉണ്ടായാലോ, അതുകൊണ്ട് എല്ലാ രാത്രിയിലും ഇത് തന്നെയാകും അവസ്ഥയെന്ന് പറഞ്ഞ് പല്ലവി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വിശാലിനെയാണ്. വിശാല് വിഷമത്തോടെ ഇരിക്കുമ്പോൾ പാറു അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.